തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക ബസ്സിന് വേണ്ടിയിട്ട്. അടുത്ത് ഞാൻ പോകുന്നത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. തിരുനെല്ലി വയനാട് ജില്ലയിലാണ്, മൃദംഗശൈലേശ്വരി കണ്ണൂർ ജില്ലയില. രണ്ടും അടുത്ത് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്രയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ 2 ജില്ലയാണ്, പക്ഷേ രണ്ടും വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഒന്ന് വെസ്റ്റേൺ സൈഡിലും ഒന്ന് ഈസ്റ്റേൺ സൈഡിലും. ഈസ്റ്റേൺ സൈഡിലുള്ളത് തിരുനെല്ലിയാണ്, വെസ്റ്റേൺ സൈഡിലാണ് മൃദംഗശൈലേശ്വരി. മൃദംഗശൈലേശ്വരി ഈ അടുത്ത കാലത്ത് പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ്. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. പക്ഷേ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബാണ് അതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് കമൻ്റ് ഇടുകയും അങ്ങനെയാണ് ക്ഷേത്രം പിന്നീട് പ്രശസ്തി ആർജിക്കുകയും ഒക്കെ ചെയ്തത്. ഒരുപാട് പുരാതനമായൊരു ക്ഷേത്രമാണത്. ഇപ്പോൾ അത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുനെല്ലി വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. ഇത് ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണ്. ആനയും മാനും കാട്ടുപോത്തുമൊക്കെയുള്ള ഈ സാങ്ച്വറിക്കുള്ളിലാണ് തിരുനെല്ലി ക്ഷേത്രം കുടികൊള്ളുന്നത്. നല്ല മഞ്ഞുണ്ട്, തണുപ്പുമുണ്ട് വയനാട്ടിൽ. ഇന്നലെ വൈകുന്നേരം 5 മണിക്കുള്ള തിരുനെല്ലി സൂപ്പർ ഡീലക്സ് KSRTC ബസ്സിനാണ് വന്നത്. അത് കാലത്ത് 4:30 ആയപ്പം തിരുനെല്ലിയിലെത്തി. ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. 5:30 ആകുമ്പം ക്ഷേത്രം തുറക്കും. ദർശനം നടത്തി അതിനുശേഷം തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട് മൃദംഗശൈലേശ്വരിയിൽ. വീണ്ടും ഒന്നുകൂടെ പോവാണ്. വളരെ നല്ലൊരു ക്ഷേത്രമാണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ്. അവിടുത്തെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ആ വിഗ്രഹം 3 തവണ മോഷണം പോയതാണ്. പക്ഷേ ഈ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് അത് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. പകുതി വഴിക്ക് വെച്ചിട്ട് അവരത് ഉപേക്ഷിക്കുകയും അവരൊരു കത്തെഴുതി അവിടെ വെച്ചിട്ട് പോവുകയുമാണ് ചെയ്തത്. അങ്ങനെ കുറ്റവാളികളെ പിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സാണ്ടർ ജേക്കബ് അവിടെ അധികാരത്തിലെത്തുന്നത്, ചാർജ് എടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം മറ്റൊരു കേസിൽ, ഡ്രഗ് സ്മഗ്ലിംഗ് കേസിൽ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് അവർ തന്നെയാണ് ഈ വിഗ്രഹവും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് വളരെ വില കൂടിയ പഞ്ചലോഹ വിഗ്രഹമാണ്. ആ വിഗ്രഹം അവരെടുത്തു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ കൺട്രോള് അവർക്ക് ഇല്ലാതായി പോകും, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ കൺട്രോള് നശിച്ചു പോവുകയും പിന്നെ അവരറിയാതെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് എന്ന് ആ മോഷ്ടിച്ച വ്യക്തികൾ തന്നെ അലക്സാണ്ടർ ജേക്കബിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഗ്രഹമാണ്. അതുകൊണ്ടത് പലപ്പോഴും ലോക്കറിലായിരിക്കും സൂക്ഷിച്ചിരിക്കുക. ചില വിശേഷ അവസരങ്ങളിൽ മാത്രമേ ഈ പഞ്ചലോഹ വിഗ്രഹം അവിടെ ഉണ്ടാവുക. അല്ലാത്തപ്പം സാധാരണ കൽവിഗ്രഹമായിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും വളരെ തേജസ്സുറ്റ ഒരു വിഗ്രഹമാണത്. വളരെ മനോഹരമായൊരു പുരാതന ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോൾ അത് നവീകരിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള തീർത്തും ഒരു കുഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. മുഴുക്കുന്ന് എന്ന് പറയുന്നൊരു കുന്നിൻ്റെ മുകളിലാണ് ആ ക്ഷേത്രം കുടികൊള്ളുന്നത്. കണ്ണൂർ നിന്നും മൃദംഗശൈലേശ്വരിയിലേക്ക് വരാം. പക്ഷേ 1-2 ബസ് കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുനെല്ലിയിൽ നിന്നും മൃദംഗശൈലേശ്വരിയിലേക്ക് വരാം. കണ്ണൂരിൽ നിന്നും ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. അതേപോലെ തലശ്ശേരിയിൽ നിന്നും വരാം. പക്ഷേ തിരുനെല്ലിയിൽ നിന്ന് 2 മണിക്കൂർ യാത്ര മാത്രമേ മൃദംഗശൈലേശ്വരിയിലേക്കുള്ളൂ. മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അലൗഡ് അല്ല. മൃദംഗശൈലേശ്വരിയുടെ കുളത്തിനൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിന് കഥകളിയുടെ സ്ത്രീ രൂപം ഉടലെടുത്തത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്.
നിൽക്കുന്നത്. ചെങ്കല്ലുകൊണ്ടാണ് കംപ്ലീറ്റും നിർമ്മിതിയും. ഓടൊക്കെ പുതിയതായിട്ട് പാകിയെടുത്താണ്. ഈ സ്ട്രക്ചർ നേരത്തെ ഉണ്ടായിരുന്നതാണ്. വളരെ മനോഹരമായൊരു ക്ഷേത്രമായത്. നല്ല പഴമ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. എനിക്ക് വെട്ടുകല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികളൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്ക് പുറകിൽ കാണുന്നത് ശാസ്ത ക്ഷേത്രമാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നിന്ന് നാഗക്ഷേത്രത്തിൽ നിന്ന് നടന്നു വരികയാണ്. അപ്പോൾ എനിക്ക് ഗോപുരം കാണാൻ പറ്റും. രാഹരൂപം ദേവി